ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടുക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു മസാലക്കൂട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 3 സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് പൊടികളും ഈ ഒരു സവോളയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുള്ള ആ ഒരു കുഴഞ്ഞു കിട്ടുന്ന ആ പരുവം മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി ഒരു നുള്ള്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടുമ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മുട്ടയിലും കൂടെ മസാല പിടിച്ചു വരാനായിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ വെന്ത് കിടക്കുന്നതുകൊണ്ട് ഇനിയിട്ട് വേവിച്ചെടുക്കണമെന്നില്ല. അതുകൊണ്ട് 1 മിനിറ്റ് നേരം മാത്രം ഇത് വേവിച്ചാൽ മതി. ഇപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ അളവിൽ മയോണൈസും 1.5 സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരെണ്ണം എടുത്തിട്ട് 2 ആക്കണം. അങ്ങനെയാണ് 4 പീസാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ഷീറ്റും കൂടെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും ഒരു പീസ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കറക്റ്റായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കണം. വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മൈദ കലക്കിയത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഷീറ്റിൻ്റെ മടക്കുന്ന ഈ ഒരു ഭാഗത്തും അതുപോലെ ആ ഒരു അറ്റത്തും നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പുറത്തോട്ട് പോകത്തില്ല. ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ഷീറ്റും കൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷീറ്റിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ 2 അറ്റവും മടക്കി കൊടുത്തിട്ട് അതിലേക്ക് മൈദ കലക്കി വെച്ചത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഒന്നും പുറത്തോട്ട് പോവാതെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഞാനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. കുറച്ച് വലിപ്പത്തിലാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്നാക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ ഇത് കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ ഞാനിവിടെ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വാടിപ്പോവുകയും ചെയ്യും. ഫ്ലെയിം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ വരാതെ നല്ല രീതിയിൽ ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മുട്ടയിൽ മാത്രമല്ല ചിക്കനിലോ ബീഫിലോ ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്.
ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.